എൽ നിനോ ശക്തമാകുന്നു. രാജ്യം കടുത്ത വരൾച്ചയിലേക്ക് പോവുകയാണ്. അതികഠിനമായ വരൾച്ചയിലേക്കാണ് ഇന്ത്യ മഹാരാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. കാലവർഷത്തിൽ 43% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 50% നീങ്ങുകയാണ്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായുള്ള എൽ നിനോ പ്രതിഭാസം മൂലം രാജ്യത്ത് കാലവർഷത്തിൽ കനത്ത തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം മൺസൂണിന് ആകെ കുഴഞ്ഞു നിൽക്കുകയാണ്. നടപ്പ് സീസണിൽ ലഭിക്കേണ്ട 43% മഴയാണ് ഇപ്രാവശ്യം കുറവുണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഔദ്യോഗികമായ കുറിപ്പ് പുറത്തു വന്നു കഴിഞ്ഞു. IMDയുടെ 43% മഴയാണ് രാജ്യത്ത് കുറവ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്നത് വിവിധങ്ങളായ ഖാരിഫ് വിളകളെ, നെല്ലിനെയും അതുപോലെ തന്നെ പിന്നെ ചോളത്തെയും ഒക്കെ വലിയ രീതിയിൽ അതിൻ്റെ കൃഷിയെ ഇത് ബാധിക്കുമെന്നുള്ളതാണ്. ഖാരിഫ് വിളകളെ രാജ്യത്തെ കാലവർഷ കമ്മി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിലാണ് ആശങ്കാജനകമായ ഈ ഒരു വിവരങ്ങൾ പുറത്തുവിട്ട. മഴയുടെ കുറവ് രാജ്യത്തെ 315 ജില്ലകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 540 ജില്ലകളിൽ 315 ജില്ലകളും വളരെ കൃത്യമായ കൃഷിയെയും ജനജീവിതത്തെയും നേരിട്ട് ബാധിക്കും. അതിൽ 111 ജില്ലകൾ അതീവ ഗുരുതരമായി രീതിയിൽ മാറുന്നു. 2050 ഇന്ത്യയിൽ വലിയ ജലക്ഷാമം ഉണ്ടാകുമെന്നുള്ള ലോകബാങ്കിന്റെ പഠനങ്ങൾ വന്നിട്ടിപ്പോൾ 2 ദശകമാവുന്നു. 10-20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകബാങ്കിന്റെ വിശദമായ പഠനമുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഭൂഗർഭ ജലസമ്പത്ത് കുറയുന്നതുമായി ബന്ധപ്പെടുത്തി 2050 കേരളം, ഇന്ത്യ വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. ഇപ്പോഴിതാ എൽ നിനോ പ്രതിഭാസത്തിന്റെ കൂടെ ഫലമായി പസഫിക് ഓഷനിൽ ഉണ്ടാകുന്ന എൽ നിനോ പ്രതിഭാസം കേരളത്തിലെയും ഭാരതത്തിലെയും കർഷകരുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ജൂലൈ ആദ്യവാരത്തിലും കാലവർഷം ശക്തിപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ജൂലൈയിലും കാലവർഷം ശക്തിപ്പെടാനുള്ള കുറവാണ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക, ബീഹാർ, ജാർഖണ്ഡ്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണ് മഴക്കുറവ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അതിൽ 2 സംസ്ഥാനങ്ങളിൽ, 2 അല്ല 3 സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കേരളത്തെ വലുതായി ബാധിക്കും. തമിഴ്നാട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നം നിർബന്ധമായും കേരളത്തിലെ പച്ചക്കറി മേഖലയിലും അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ വരും. ആന്ധ്രയിൽ ഉണ്ടാകുന്ന പ്രശ്നം അരിയുടെ മേഖലയിൽ വരും, നെല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ വരും. വരും ദിവസങ്ങളിൽ കടുത്ത വരൾച്ച തുടർന്നാൽ രാജ്യത്തെ കാർഷിക മേഖലയും ഭക്ഷ്യസുരക്ഷയും വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ രാജ്യത്ത് വളരെ ഗുരുതരമായ വരൾച്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൽ നിനോ വന്നതിൻ്റെ ഭാഗമായി വലിയ വരൾച്ചയാണ് വരുന്നത്. പക്ഷെ കേരളത്തിൽ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു വിഷയം, അങ്ങനെ എൽ നിനോ വരുമ്പോൾ തന്നെ, എൽ നിനോയുടെ പ്രതിഭാസമുള്ളപ്പോൾ തന്നെ കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളും അറബിക്കടലും ഉള്ളത് കൊണ്ട് ഇവിടെ പെയ്തൊഴിയേണ്ട മഴ ഇവിടെ വീണ്ടും വരുമോ? അപ്പോൾ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ നല്ല മഴ വരുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തിലും കാലവർഷം വളരെ ദുർബലമാണ്. കണ്ണൂർ, കാസർഗോഡ് വളരെ ദുർബലമായ ഒരു കാലവർഷ സ്ഥിതിയാണുള്ളത്. ജൂൺ പകുതി കഴിഞ്ഞു, എന്നിട്ടും പ്രതീക്ഷിച്ചത്ര കാലവർഷം നമുക്ക് കിട്ടുന്നില്ല. ജൂൺ മാസം പകുതിയുള്ള കണക്കെടുപ്പിൽ സംസ്ഥാനത്ത് 28%, ഒരു 30% വരെയുള്ള മഴയുടെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പസഫിക് ഓഷനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എൽ നിനോ പ്രതിഭാസമാണ് കാലവർഷം ദുർബലമാകാൻ പ്രധാന കാരണമായി വിദഗ്ധർ പറയുന്നത്. എന്നാൽ ശക്തമായ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടാത്തതും മഴക്കുറവിന് കാര്യമായിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ വളരെ ശക്തമായിട്ടുള്ള ന്യൂനമർദ്ദം ഉണ്ടാകാത്തതും പ്രശ്നമാക്കിയിട്ടുണ്ട്. ജൂൺ അവസാന വാരത്തോടെ കാലവർഷം വീണ്ടും ശക്തിപ്പെടുമെന്നാണ് വിചാരിക്കുന്നതെങ്കിലും ജൂലൈ ആദ്യവും ശക്തിപ്പെടില്ല എന്നുള്ള IMDയുടെ റിപ്പോർട്ടുകൾ വരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ആയിരുന്നു. പക്ഷേ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് ആ ജില്ലകളിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ കാര്യം കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. വെള്ളത്തെ സംബന്ധിച്ച് കൃത്യമായ ജലസംരക്ഷണം ഉണ്ടാക്കിയല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് വളരെ ഗുരുതരമായ രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും വലിയ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, ഭൂഗർഭജല പരിപാടികൾ, മഴവെള്ള സംഭരണ പരിപാടികൾ, ജല അച്ചടക്കത്തിലെ വിനിയോഗത്തിൻ്റെ കാര്യങ്ങൾ, വലിയ ജലസാക്ഷരത ഇന്ത്യയിൽ ആവശ്യമാണ്. അല്ലെങ്കിൽ നാം നേരിടാനിരിക്കുന്നത് കൊടിയ വരൾച്ചയാണ്. ഈ മഴയുടെ സീസൺ മാറുന്നത് വലിയൊരു സൂചനയാണ്. വേനൽക്കാലത്ത് വരൾച്ച കൂടുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ മഴക്കാലം മാറി വരൾച്ച വരുന്നത് അതീവ ഗുരുതരമായ സാമൂഹിക, രാഷ്ട്രീയ,
പാരിസ്ഥിതിക കാർഷിക പ്രതിസന്ധിയാണ് നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നത്.